കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, വിറ്റമിൻസ്, വാട്ടർ ഇവയൊക്കെയാണ് പോഷകങ്ങൾ അല്ലേ. നമ്മൾ ആഹാരത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന പോഷകങ്ങൾ ഇവയെല്ലാമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാണ്. കാർബോഹൈഡ്രേറ്റ് അല്ലെ, അന്നജം ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ലെ? ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിലാണ് പ്രധാന ഉറവിടം അന്നജത്തിന്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ. ദെൻ അടുത്തതായിരുന്നു പ്രോട്ടീൻ. പ്രോട്ടീൻ ഏതൊക്കെ ഭക്ഷണങ്ങളിൽ നിന്നാണ് പ്രോട്ടീൻ ലഭിക്കുന്നത്? മുട്ട, പാൽ, ദെൻ പച്ചക്കറികൾ തുടങ്ങിയവയൊക്കെയാണ് എന്ത് പ്രോട്ടീന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു പ്രോട്ടീന്റെ ധർമ്മം? എന്തായിരുന്നു? ശരീരകലകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പോഷകമാണ് ഇത് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ശരീരകലകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പോഷകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് സെൽസ് ഒരു ഫംഗ്ഷനാണ്, മെയിൻ ഫംഗ്ഷനാണ് പ്രോട്ടീന്റെ. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ശരീരത്തിലെ കോശങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ടിഷ്യൂസ് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അവയ്ക്ക് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെ, അത് റിപ്പയർ ചെയ്യുന്നതും ആരാണ്? ഈ ഒരു പ്രോട്ടീൻ തന്നെയാണ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് സെൽസ്, അതുപോലെ തന്നെ റിപ്പയറിംഗ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ്. ഓക്കെ, ഇനി പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു അല്ലെ, അഡോളസെന്റ് പീരീഡിലുള്ള കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ വളർച്ചഘട്ടത്തിൽ ഈ പ്രോട്ടീൻ എന്താണ് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു പോഷകാഹാരം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു അംഗനവാടികളിലൊക്കെ തൂക്കക്കുറവുള്ളത്, അതായത് 18 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് ഫാറ്റ്, കൊഴുപ്പ്. കൊഴുപ്പ് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് കൊഴുപ്പ് ലഭിക്കുന്നത്? ഓയിൽ സീഡ്സ് അല്ലെ, എണ്ണക്കുരുക്കൾ. അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നും എന്ത് ലഭിക്കുന്നുണ്ട്? ഈ ഒരു കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നുണ്ട്. ഈ കൊഴുപ്പിന്റെ അല്ലെങ്കിൽ ഫാറ്റിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എനർജി പ്രൊഡക്ഷൻ ആയിരുന്നു അല്ലെ. ഊർജോൽപാദനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്? അന്നജം അടങ്ങിയിട്ടുള്ള ആഹാരം, ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത്. ഓക്കെ, ഇവിടെയും ഫാറ്റിന്റെയും മെയിൻ ഫംഗ്ഷൻ എന്താണ്? എനർജി പ്രൊഡക്ഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെ, അന്നജം, ഒരു ഗ്രാം അന്നജത്തിൽ നിന്ന് നമുക്ക് 4 കിലോ കലോറിയാണ് ലഭിക്കുന്നത്. 4 കിലോ കലോറി ഊർജമാണ് നമുക്ക് ലഭിക്കുന്നത്. 1 ഗ്രാം അന്നജത്തിൽ നിന്ന് 4 കിലോ കലോറി ഊർജമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ ഫാറ്റിൽ നിന്ന് 1 ഗ്രാം ഫാറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എത്രയാണ്? 9 കിലോ കലോറി. 9 കിലോ കലോറി ഊർജമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം, 1 ഗ്രാം അന്നജത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 4 കിലോ കലോറി ഊർജമാണ്. ഓക്കെ, എന്നാൽ കൊഴുപ്പ് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? എനർജിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. അപ്പോൾ ഈ ഒരു കൊഴുപ്പിൽ നിന്ന്, അതായത് 1 ഗ്രാം ഫാറ്റിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് 1 ഗ്രാം ഫാറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് 9.9 കൂടുതൽ വരുന്നുണ്ട്. 9 കിലോ കലോറി ഊർജമാണ് നമുക്കത് തരുന്നത്. ഓക്കെ, ദെൻ ഈ കൊഴുപ്പിന്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? എണ്ണക്കുരുക്കൾ, ഓയിൽ സീഡ്സ്, അങ്ങനെ പിന്നെ ഒരുപാട് ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. പക്ഷെ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് അധികം നല്ലതല്ല അല്ലെ. കൊളസ്ട്രോൾ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു 10ൽ 4 ആൾക്കെങ്കിലും എന്തുണ്ടാവും? കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ഈ ഒരു കൊഴുപ്പ് മൂലമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ത് ചെയ്യാം? കൊഴുപ്പ് കുറഞ്ഞ അളവിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ എന്ത് ചെയ്യാം? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ 4ാമത്തേതായിരുന്നു മിനറൽസ്, ധാതുക്കൾ. മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ അല്ലെ. മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ധാതുക്കൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ? ഇലക്കറികൾ, പച്ചക്കറികൾ, പേരയ്ക്ക, ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കുറഞ്ഞ അളവിലാണ് ഈ മിനറൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ അല്ലെ.
എന്തൊക്കെയാണ് മിനറൽസ്? മെയിൻ ആയിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണ്? സിങ്ക്, കാൽഷ്യം, ഇവയൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മെയിൻ മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവയൊക്കെ വളരെ കുറഞ്ഞ അളവിലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. ഇനി ഇവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? അയണും വേണം കേട്ടോ. അയണും ഒരു പ്രധാനപ്പെട്ട ധാതു ആണ്. ഓക്കെ, അയൺ, സിങ്ക്, കാൽഷ്യം. അപ്പൊ കാൽഷ്യത്തിന്റെ കുറവ് കൊണ്ടൊക്കെ ചിലപ്പോൾ ഈ എന്താ പറയാ മുട്ടുവേദന ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ തീരെ ഉണ്ടാവാനും പാടില്ല, എന്നാൽ കൂടുതൽ വേണ്ട, ഒരു ലിമിറ്റ് വേണം. ഓക്കെ, ഇത്രേ ആവശ്യമുള്ളൂ നമ്മുടെ ശരീരത്തിന്. ഓക്കെ, ഇനി മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പറഞ്ഞു. ഈ ചക്കയിലൊക്കെ നല്ല മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ദെൻ ചക്ക, ഇലക്കറികൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളൊക്കെയാണ് പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ മിനറൽസിന്റെ അല്ലെങ്കിൽ ധാതുക്കളുടെ. ദെൻ അഞ്ചാമത്തെ ന്യൂട്രിയന്റ് അല്ലെങ്കിൽ പോഷകമാണ് വിറ്റാമിൻസ് എന്ന് പറയുന്നത്. വിറ്റാമിനുകൾ, നമ്മൾ മിനറൽസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വിറ്റാമിനുകൾ ആവശ്യമുള്ളൂ. വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ ബി ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്, വിറ്റാമിൻ കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വിറ്റാമിനുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. ഓരോ വിറ്റാമിനുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ വിറ്റാമിൻ ഡി അല്ലെ, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്ത്? സ്കിൻ ക്യാൻസർ അല്ലെ. വിറ്റാമിൻ ഡി എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? സൺലൈറ്റിൽ നിന്നാണ് അല്ലെ, സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? വിറ്റാമിൻ ഡി ലഭിക്കുന്നത്. ഓക്കെ, ദെൻ വിറ്റാമിൻ എ എന്താണ്? വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയും അല്ലെ. നല്ലതാണത്. വിറ്റാമിൻ എ എന്താണ്? നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ ഓരോ വിറ്റാമിൻസിനും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ വിറ്റാമിൻ കെ എടുക്കുകയാണെങ്കിൽ ബ്ലഡ് അല്ലെ, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് എന്ത്? വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ വിറ്റാമിനുകൾക്കും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. വളരെ കുറഞ്ഞ അളവിലാണ് പാടുകയുള്ളൂ. എങ്കിലും ഇത് വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീരെ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമുക്ക് പ്രതികൂലമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ വാട്ടർ. ജലം നമുക്ക് എന്താണ്? എപ്പോഴും നമുക്ക് ദാഹിക്കും അല്ലെ, എപ്പോഴും നമുക്ക് ദാഹിക്കും. അപ്പൊ ജലം നമ്മുടെ ശരീരത്തിൽ 67% എന്താണ്? ജലമാണുള്ളത്, വാട്ടർ ആണുള്ളത്. ഈ വാട്ടർ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഊർജ്ജം ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു, എനർജി. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഈസി ആയിട്ട് സുഗമമായിട്ട് നടക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഇത്ര അളവിൽ ജലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ദിവസം ഒരു 12 ഗ്ലാസ് എങ്കിലും ജലം അല്ലെങ്കിൽ വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം അല്ലെ. ഒരു ദിവസം 12 ഗ്ലാസ് എങ്കിലും വെള്ളം എന്ത് ചെയ്യണം? നമ്മൾ കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. വെള്ളം കുടിക്കൽ കുറവായിട്ടുണ്ടെങ്കിൽ എന്ത് വരും? യൂറിൻ ഇൻഫെക്ഷൻ വരും. പ്രത്യേകിച്ച് ലേഡീസിന്, ഗേൾസിന് പെട്ടെന്ന് വരുന്നതാണ് എന്ത്? യൂറിൻ ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഓക്കെ, ദെൻ മിനറൽസിന്റെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഫംഗ്ഷൻ? മിനറൽസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മിനറൽസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഇറ്റ് കൺട്രോൾസ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. മിനറൽസ് കൺട്രോൾസ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ വിറ്റാമിൻസ് എന്തായിരുന്നു? ഇറ്റ് ഹബ്സ് ആൻഡ് റെഗുലേറ്റ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഇറ്റ് ഹബ്സ് ആൻഡ് റെഗുലേറ്റ്, അതായത് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും വിറ്റാമിനുകൾ എന്താണ്? വിറ്റാമിനുകളുടെ മറ്റൊരു ഫംഗ്ഷൻ ആണെന്ത്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ ജലം അല്ലെങ്കിൽ വാട്ടർ ശാരീരിക പ്രവർത്തനങ്ങളെ സുഗമമായിട്ട് നടത്തുന്നത് ആരാണ്? ഈ ഒരു ജലമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ന്യൂട്രിയൻസ്, പോഷകങ്ങൾ, നമുക്ക് ആഹാരത്തിലൂടെ ലഭിക്കുന്ന പോഷകങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.